ഹലോ. അങ്ങനെ ഇന്ന് വീഡിയോ ഒന്നും എടുക്കണമെന്ന് പ്ലാനൊന്നും ചെയ്തായിരുന്നില്ല. പക്ഷേ ദെൻ ഐ തോട്ട് ഐ ഷുഡ് ഡെഫിനറ്റ്ലി മേക്ക് എ വീഡിയോ ടുഡേ. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് ഞാനിപ്പോൾ ഫ്രീ ആണ് ഈ ഒരു സമയത്ത്. ഞാനിപ്പോൾ ഐ തോട്ട് നിങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാമെന്ന്. ആദ്യം തന്നെ ഞാനൊരു നല്ല ബോഡി വാഷ് കാണിച്ചു തരാം. ഇത് ബോഡി വാഷ് അല്ല, പൊടി ലോഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് തന്നെയാണ്. എങ്ങനെ ഞാൻ ഇതിൻ്റെ സ്മെൽ പറയുന്നത് എനിക്കറിയില്ല. ഞാനത് ലോക്ക് ചെയ്തിട്ടേക്കാം. തുറക്കുമ്പോൾ ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. എങ്ങനെയാ, എന്തോ ഒരു നമ്മുടെ ചെറുപ്പത്തിലൊരു ബേബി ലോഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ബേബി ലോഷൻ്റെ ഒക്കെ ഒരു സ്മെല്ലിൻ്റെ കൂടെ ഒരു കൊക്കോ സ്മെല്ലും കൂടെ വരുന്ന ഒരു സ്മെല്ലായിട്ട് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഈ സ്മെല്ല്. ഭയങ്കര സ്മൂത്ത് ആവും നമ്മുടെ കൈ കണ്ടതായിട്ട്. ഈ ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, സ്കിൻ ഡ്രൈ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ലതാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ്. ഇത് ഏത് ബ്രാൻഡ് എന്നൊന്നും പറഞ്ഞില്ലല്ലേ. ഇത് എം കഫീൻ്റെ ആണ്. സ്വീറ്റ് എസ്കേപ്പ് പെർഫ്യൂം ബോഡി ലോഷൻ എന്നാണ് ഇതിൻ്റെ പേര്. പെർഫ്യൂം ബോഡി ലോഷൻ്റെ പേര് വരാൻ റീസൺ, ഇതിൻ്റെ ബോഡി ലോഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ പുറത്ത് കഴിഞ്ഞാൽ പെർഫ്യൂം അടിച്ച പോലെ തന്നെയാണ് ആ ഒരു സ്വീറ്റ് സ്മെല്ല് വളരെ പതിഞ്ഞ രീതിയിൽ മാത്രം നമ്മൾ അടുത്തൂടെ പോകുന്നവർക്കൊക്കെ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ നമ്മളുടെ കൂടെയുള്ളവരൊക്കെ നമ്മളതിന് കോംപ്ലിമെൻ്റ് ചെയ്യും. നല്ലൊരു സാധനമാണ്. മാത്രമല്ല നമുക്ക് ഡ്രൈനെസ് നന്നായിട്ട് കുറയ്ക്കും. എനിക്ക് ഈ ഡ്രൈനെസ് ഉള്ള കാരണം ഞാൻ ഈ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതെപ്പോഴാണ് തേക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമ്മളുടെ ബോഡിയിലോട്ട് ഈ ഒരു ബോഡി ലോഷൻ വാട്ടറിനെ ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നത്. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി ഞാൻ അടുത്ത കറണ്ട് ഓക്കെ ഇങ്ങനെ അടുത്ത കാണിച്ചു തരാൻ പോകുന്നത് വേറൊരു ബോഡി ലോഷൻ തന്നെ കാണിച്ചേക്കാം. ഈ ഒരു ബോഡി ലോഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, നമ്മുടെ ഒരു ഗോൾഗേറ്റിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറാണ്. പക്ഷെ സ്മെല്ല് വരുന്നത് ഏതാണെന്ന് എനിക്ക് ഇപ്പോഴും ഞാൻ എപ്പോഴും ഇതിൻ്റെ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ അത് ഏതിൻ്റെ സ്മെല്ലാണെന്ന് എനിക്ക് കിട്ടുന്നില്ല. പണ്ടെപ്പോഴും ഇതുപോലെ എന്തോ ഉപയോഗിച്ച പ്രോഡക്റ്റിൻ്റെ ഒരു സ്മെല്ലാണ്. ചില സമയത്ത് ചില സ്മെല്ലൊക്കെ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരിക്കും. ഞാനിപ്പോൾ പണ്ടൊക്കെ ചില സമയങ്ങളിൽ ഇന്നേ പീരീഡ് ഓഫ് ടൈമിൽ ഞാൻ കോഴിക്കോടുണ്ടായിരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ല് എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരിക്കും. ഇപ്പം അച്ഛനൊന്നും പറയുന്നത് കേൾക്കാറുണ്ട്, ഒരു സെറ്റ് എന്ന് എഴുതിയ ഒരു പൗഡറുണ്ട്. ആ പൗഡർ അവർ കല്യാണം കഴിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്നു വീട്ടിൽ പണ്ട്. അപ്പം എപ്പോഴെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോയി ആ സെറ്റ് എന്നുള്ള ആ ഒരു പൗഡർ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മയും പറയും നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ആളാണ്. സോ അങ്ങനെയാണ് മണം മനുഷ്യർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് AHA-BHA ലോഷനാണ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 10% AH എന്ന് വെച്ചാൽ 10% ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ്. 10% BHA എന്ന് വെച്ചാൽ ബീറ്റ ഹൈഡ്രോക്സി ആസിഡാണ്. ഇത് രണ്ടും എക്സ്ഫോളിയൻസ് ആണ്. ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നല്ല ഡ്രൈ ആണുണ്ട്. അപ്പോൾ ഞാനിതുപോലെ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഡെഡ് സ്കിന്നൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആവും കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്താൽ. നല്ലൊരു സാധനമാണ്. പിന്നെ അതിനകത്ത് സൂത്തിങ് എഫക്റ്റ് കിട്ടാനായിട്ട് അതിനകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. എക്സ്ട്രാ സാലിസിലിക് ആസിഡ് ഉണ്ട്, കുരുക്കളുണ്ടെങ്കിലും മാറും. പിന്നെ നയാസിനമൈഡ്, സെറമൈഡ്സ് ഒക്കെ ഉണ്ട്. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുള്ളൊരു ഫേസ് വാഷാണ്. പ്ലിക്സിൻ്റെ ജാമുൻ ആക്നെ ഫേസ് വാഷ്. ആക്റ്റീവായിട്ടുള്ള ആക്നെ ഒന്നും കുറയ്ക്കുകയൊന്നുമില്ല. പക്ഷേ നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുകയും കാര്യങ്ങളൊന്നുമില്ല. പൊതുവേ നമ്മൾ ചില ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ആവും. ഇത് ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ നല്ലതാണ്, ഓയിലി സ്കിന്നിനും നല്ലതാണ്. പക്ഷേ എൻ്റെ സ്കിൻ ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. ബട്ട് സ്റ്റിൽ എനിക്കത് ഉപയോഗിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകാറില്ല. ഇനി ഞാനൊരു ഹെയർ ഗ്രോത്ത് സിറം കാണിച്ചുതരാം. എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഇത് പിൽഗ്രിമിൻ്റെ ആണ് കേട്ടോ. പിൽഗ്രിമിൻ്റെ ഹെയർ ഗ്രോത്ത് സിറമാണ്. ഇതിനകത്ത് റിഡൻസിലും അതുപോലെ തന്നെ അനഗൈനും ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കൊറിയൻ ബ്ലാക്ക് റൈസും ഉണ്ട് കേട്ടോ.
ടെക്സ്ചർ വരുന്നത് ഇങ്ങനെയാണ്. റണ്ണിങ് വാട്ടർ പോലെ ഇരിക്കും. ഒട്ടും സ്റ്റിക്കി അല്ല. നമ്മൾ അപ്ലൈ ചെയ്താൽ തന്നെ അപ്പോൾ തന്നെ തലയിലോട്ട് അബ്സോർബ് ആയി പോകും. മാത്രമല്ല നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കുളിക്കൊന്നും വേണം. നമുക്ക് അതോടെ കിടന്നുറങ്ങാം. പിറ്റത്തെ ദിവസം രാവിലെ എണീച്ച് കുളിച്ചാലും മതി. അങ്ങനത്തെ ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഇനി ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇത് ഞാൻ എടുത്ത് പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇത് നിങ്ങൾ കണ്ടു കാണും എൻ്റെ പല വീഡിയോസിലും. നയാസിനമൈഡാണ്. അത് എനിക്കിപ്പോൾ ഇവിടെ ഒരു പാട് കണ്ടില്ലേ, നല്ല ഡാർക്കായിരുന്നു അത്. ഞാൻ ഒത്തിരി പ്രോഡക്റ്റ്സൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ഇതും ഉപയോഗിച്ചിട്ടുണ്ട് അത് മാറാനായിട്ട്. നയാസിനമൈഡിൽ 10% ഉള്ളതാണ് കേട്ടോ. ഇത് കുറച്ച് ബിഗിന്നർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നയാസിനമൈഡ് തന്നെയാണ്. ഇത് ഡെർമാക്കോഡാണ് നയാസിനമൈഡ് വരുന്നത്. അതത്രയാണ്. ഇനിയിപ്പോൾ ഞാനൊന്ന് പോയിട്ട് കുളിക്കണം. ഞാനിപ്പോൾ വന്ന് കയറിയിരിക്കുകയാണ്. അത്രയുമാണ്. ഈ പ്രോഡക്റ്റ്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. യു ഗൈസ് ക്യാൻ ചെക്ക് ഔട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.